ഹലോ ഗായ്സ്, ഇന്നലെ ഞാൻ ക്രിസ്മസ് ലാമ്പ് ഉണ്ടാക്കിയില്ലായിരുന്നോ? അതിന്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ലാമ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാവേ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. വീട്ടിൽ അത്യാവശ്യം തടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാൻ അത് ഉപകരിക്കുന്നുണ്ടേ. ഇതുപോലെ ഒരു വലിയ വട്ടം വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വെട്ടി കൊടുക്കാം. വലുതാണോ ചെറുതാണോ മീഡിയം സൈസാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കാണുമല്ലോ. ആ ഐഡിയയിൽ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കാണിച്ച അളവിലാണ് കേട്ടോ വട്ടം വെട്ടി കൊടുക്കുന്നത്. ഇനി ചന്ദ്രക്കലയുടെ ഷേപ്പിൽ 3 പീസുകൾ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചന്ദ്രക്കലയൊക്കെ വെട്ടിത്തരുന്നത് അണ്ണനാണേ. കാരണം ഇത് മിഷ്യൻ വർക്കല്ലേ. എനിക്ക് ഒത്തിരി പേടിയുള്ളതാണ് കേട്ടോ. എന്നെ കൊണ്ട് അത്രയ്ക്ക് അങ്ങ് പറ്റത്തില്ല. ഒരു പീസൊക്കെ എന്നെ കൊണ്ട് വെട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ ബാക്കി അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് അണ്ണൻ വെട്ടിത്തരുന്നതാണേ. അണ്ണ അതൊക്കെ എടുത്തു വെച്ച് എന്തൊക്കെയോ കാണിക്കണം കേട്ടോ. ഇങ്ങനെയല്ല കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് വെറുതെ ഒന്ന് കാണിച്ചതാണ്. കുറേ പേരെങ്കിലും നമ്മുടെ ഈ ലോങ് വീഡിയോസൊക്കെ കണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ നോക്കുമായിരിക്കും അല്ലേ. നിങ്ങളും കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, പറ്റുവാണെങ്കിൽ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോങ് വീഡിയോയും കൂടെ ചെയ്യുന്നത് കേട്ടോ. ഋതുക്കുട്ടൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടേ. അപ്പം ഞാൻ ഈ കയ്യിൽ അടുക്കി പിടിച്ച് വെച്ചിരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു പീസുകളുണ്ടാ, ഈ നീളത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ, ഇതേപോലെ കുറേ പീസുകൾ നമുക്ക് വേണം കേട്ടോ. അതൊക്കെ നല്ലതുപോലെ ഒന്ന് ചീവി വൃത്തിയാക്കിയിട്ട് സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ഫിനിഷിംഗ് ഒന്നും വേണ്ട, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് കണക്ക് ചെയ്തെടുക്കുന്നുണ്ടേ. ഇനി ഇതേ ഈ നീളമുള്ള പീസുകളൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, ചതുര ഷേപ്പിന് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം താഴെ വരുന്നത് കുറച്ച് വലിയ ചതുരമാണ്. അതിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും വലിപ്പം കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. ഈ ചതുരങ്ങൾ ഇതേ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ 4 വശവും ആണി വെച്ചിട്ട് അടിച്ച് കറക്റ്റാക്കി എടുക്കണം കണ്ട. ഇതുപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഋതുക്കുട്ടം മിച്ചറൊക്കെ തന്ന് അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് റെക്റ്റാങ്കിൾ അല്ല, സ്ക്വയർ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ കാർത്തിക വിളക്കിന്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എവിടെയൊന്നും ഇങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇതെന്നെ കണ്ടിട്ട് ഈ കമന്റ് ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ടേ. അപ്പോൾ അത് ആ ചതുരം നല്ലതുപോലെ അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പീസുകളും ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അണ്ണൻ താണ്ട് നേരത്തെ വെട്ടിയെടുത്തിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ആ റൗണ്ടിനെ മുകളിലേക്ക് ആ ചന്ദ്രകലകൾ 3 കൂടെ വെച്ചൊന്ന് അളവൊക്കെ പിടിച്ച് അതൊന്ന് ആണി വെച്ച് നല്ലതുപോലെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ അടിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന ആ റെക്റ്റാങ്കിളുകളെല്ലാം കൂടി ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒന്ന് കിട്ടും. ഈ കാലുകൾ തിരിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് ടേബിൾ പോലെയൊക്കെ തോന്നിയായിരുന്നേ. ബാക്കി ചതുരങ്ങൾ കൂടി തന്നെ നല്ലതുപോലെ ആണിയൊക്കെ വെച്ച് അടിച്ച് ഇതുപോലെ നല്ല ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് പോണത് കേട്ടോ. ഏറ്റവും താഴെ വലുത്, പിന്നെ കുഞ്ഞായിട്ട് മുകളിലോട്ട് വലിപ്പം കുറഞ്ഞു വരും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഇതിന് മുകളിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഇതിൻ്റെ ടോപ്പിൽ കൊടുക്കാനായിട്ട് ഒരു സാധനം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുഞ്ഞ് ത്രികോണങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ട്. 4 ത്രികോണങ്ങൾ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെട്ടിയെടുത്ത ഈ ട്രയാങ്കിൾസ് എല്ലാം കൂടി അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് ഒരു ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. ഇത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ആ സൈഡൊക്കെ കളഞ്ഞിട്ട് കുറച്ച് കനം കുറച്ച് ആക്കി എടുക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ കിട്ടും. ആ 4 ട്രയാങ്കിൾസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരു കുഞ്ഞ് സ്റ്റാർ കൂടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റാർ വെട്ടിയെടുത്തിട്ട് എൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുക്കാനാണ്. ഇത് ഇങ്ങനെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് ഒട്ടിക്കുന്ന വീഡിയോ എടുത്തില്ല, ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. വുഡ് ഫില്ലിൻ്റെ ഗമ്മിട്ടിട്ടാണ് ഇത് ഒട്ടിച്ച് നല്ല ഫിനിഷ് ആക്കി എടുത്തത്. ഇനി നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇതെല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്ക്വയർ ഇല്ലേ, അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആണി അടിച്ചങ്ങ് ഉറപ്പിച്ചു കൊടുക്കണം. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് വെച്ച് കൊടുക്കുന്നത്. ആ ബേസിൽ വലുത് വെക്കുന്നു, അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറുത്, അതിൻ്റെ മുകളിലായിട്ട് ഓരോന്നായിട്ട് കണ്ടോ, ഈ ഒരു പാറ്റേണിൽ ഇങ്ങനെ ഒന്ന് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പം നല്ലതുപോലെ ഇങ്ങനെ അടിച്ച് കൂട്ടിയിട്ട് നമ്മൾ ആ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയില്ലേ ആ സ്റ്റാർ വരുന്ന പോർഷൻ അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. നമ്മളെ മിന്നൂട്ടിയും ഋതുക്കുട്ടനും അടുത്തിരുന്ന് കളിക്കുന്നത് കണ്ടാ. ഇതുപോലെ തടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്തു നോക്കാം. അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെഷീനും ഈ ടൂൾസും ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കേട്ടോ. ഇത് അറിയാത്തവരൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അപകടമാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ലാമ്പ് വരുന്നത്. ഇതൊന്ന് വെച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു കളർ ലൈറ്റൊക്കെ ഒന്ന് വെച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഇനി അതൊക്കെ നേരെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാർണിഷും കൂടി അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാർണിഷൊക്കെ എല്ലാം തീരാറായി കേട്ടോ. നമുക്കൊന്ന് വിഷ്ണു തന്ന വാർണിഷാണ് കേട്ടോ. അതൊക്കെ ഇതോടുകൂടി ഫിനിഷായി. ആ ബേസായിട്ട് കൊടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ 3 തടികൾ കൂടി സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ലാമ്പ് റെഡി ആയിട്ടുണ്ട്. ആ മഞ്ഞ ബൾബ് വെച്ച് കൊടുത്തപ്പോഴത്തേക്കാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത്. അടിപൊളിയായിട്ടില്ലേ? ക്രിസ്മസിന് വെക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആയില്ലേ? അപ്പോൾ ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ?
ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ.